സാർ ഓക്കെ. മാഡം വളരെ ഭംഗിയായിട്ട് തന്നെ പരിചയപ്പെടുത്തി. ഹസിബ മാം നല്ല രീതിയിൽ തന്നെ നല്ലൊരു കോർഡിനേഷൻ ആണ്. താങ്ക് യു. അതുപോലെ തന്നെ കുറെ ഒന്നും നമ്മളിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ വ്യക്തമായിട്ട് തന്നെ ഫിജി കാർഡ് എന്താണെന്ന് ഒരു അരമണിക്കൂർ അല്ലെ ശ്രുതി മാഡം നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി കുറെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഒരു 12 അല്ലെങ്കിൽ മാക്സിമം ഒരു 13 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം, ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് അത് നേട്ടങ്ങളായി മാറണേന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു എക്സ്പീരിയൻസോട് കൂടി ഞാൻ ഈ ഒരു സെഷൻ വളരെ പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഹസിബാമയോട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ പരിചയപ്പെടുത്തി. മാഡം പറഞ്ഞതുപോലെ തന്നെ പേര് ഷംസാദ് എന്നാണ്, തൃശ്ശൂർ കയ്പമംഗലം സ്വദേശിയാണ്. നിലവിൽ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലാണ് നിൽക്കുന്നത്. അപ്പൊ വളരെ സന്തോഷാണ് ടീം റൈസപ്പിന്റെ ഈ ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് ഗസ്റ്റ് ആയിട്ട് കയറാനൊക്കെ പറ്റിയത്. കാരണം ഒരു 2.25-3 വർഷം മുമ്പ് ഇതുപോലൊരു ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലൊക്കെ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പറ്റുമോ, ഇവരൊക്കെ ആദ്യം വന്നുകൊണ്ടായിരിക്കും, അല്ലാതെ നമുക്കൊന്നും ഇതൊന്നും പറ്റൂല. എന്നാലും എന്റെ പെങ്ങള് പേര് ഷഹന എന്നാണ്, കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആണ്. അപ്പൊ ഷഹന മേഡം വഴിയാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നു വരുന്നത്. ഷഹന മേഡം ആദ്യം ഇതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് തന്നെ പറയാം. കാരണം ആണുങ്ങള് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണല്ലേ. കാരണം പല ആളുകളും നിങ്ങളെ ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോ ബന്ധുവിന്റെ ഒക്കെ ക്ഷണപ്രകാരം നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് ചിലപ്പോ നിങ്ങൾ കേൾക്കും. അതിനുശേഷം ഞാൻ ചേട്ടനോട് ചോദിക്കട്ടെ, ഇക്കാനോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോ ഇക്ക പറയുമ്പോ ഇതിലൊന്നും പോയിട്ട് തലവെക്കണ്ട, വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട എന്ന് പറയും. അത് സ്വാഭാവികമാണ്, ആണുങ്ങളൊരു സ്വഭാവമാണ്. അത് നമുക്ക് പയ്യെ മാറ്റിയെടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഒരു ജോലി ഉണ്ട് നമുക്ക്. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഇതിന്റെ പിന്നാലെ കേറുന്നത്, ആൾക്കാരെ ചേർത്തണം, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മളെ തലയിലേക്ക് ആകെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയില് ഞാൻ ഷഹനാമയുടെ എന്നോട് ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞു ഞാനില്ല, നീ ചെയ്തോ. കാരണം നമുക്കറിയില്ല ഒരുപാട് കമ്പനികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊരു കമ്പനിയിലേക്ക് കയറുമ്പോ നമ്മളെ കോണ്ടാക്റ്റും നമ്മളെ വിശ്വാസവും നമ്മളെ കുടുംബത്തിന്റെ വിശ്വാസമൊക്കെയാണ് നമ്മളൊരു കമ്പനിക്ക് കൊടുക്കണത്. അപ്പൊ നമുക്ക് ചുറ്റും ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കൂണ് പോലെ മുളച്ചു പൊന്തണുണ്ട്. സാമ്പാർ പോലെ കുറെ ആളുകൾ കൂടിയിട്ട് പല രീതിയിലും കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മളൊരു വെറുതെ എന്തിനാണ് പുലിവാല് പിടിക്കണേ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്ത്, ഞാനില്ല, ഷഹന മേഡം ചെയ്തോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ഓട്ടർഷായിട്ട് ഞാൻ മുന്നോട്ട് പോണ്. ഷഹന മേഡത്തിന്റെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളായി. അങ്ങനെ ഒരു 6 മാസം ഒരു 5 മാസം കഴിഞ്ഞ സമയത്ത് ഷഹന മേഡത്തിന്റെ ഒരു ഇൻകം പോസ്റ്റർ ഞാൻ കണ്ട്. അതായത് ഒരു 27,000 സംതിങ് രൂപ ഷഹന മേഡത്തിന് 1 മന്ത് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഷഹന മേഡം സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരിക്കണത്. അപ്പൊ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ട്. കാരണം സാധാരണ ഒരു വീട്ടമ്മ അവരെ വീട്ടിലിരുന്നുകൊണ്ട് അവരെ മക്കളെ നോക്കിക്കൊണ്ട് അവരെ റൂം സ്പേസിൽ ഇരുന്നുകൊണ്ട് ഒരു നെറ്റും ഒരു ഫോണുള്ള ഒരു സിമ്മും വെച്ചിട്ട് അവർക്ക് ഒരു 27,000 രൂപ കിട്ടുന്നത് കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ രാത്രിയും പകലും വണ്ടി ഓടിച്ചാൽ പോലും കിട്ടാത്ത ഒരു വരുമാനം ഈ വീട്ടമ്മക്ക് അവരെ വീട്ടിലിരുന്ന് മേടിക്കുന്നത് കണ്ടപ്പോ ഷഹന മേഡത്തിനോട് ചോദിച്ചു, ഇതൊക്കെ ഉള്ളതാണോ, സത്യമാണോ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തള്ളാണോ? അപ്പൊ ഷഹന മേഡം എനിക്ക് എന്ത് ചെയ്തു, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തന്ന് അവർക്ക് ഒരു മാസം വന്നിട്ടുള്ള ഇൻകം. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കയറാം അല്ലെ. അങ്ങനെ ഞാൻ ഷഹന മേഡത്തിനോട് പറഞ്ഞു, ഓക്കെ ഞാൻ ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങൾക്കൊന്നും ഞാൻ നിൽക്കൂല. പക്ഷെ എനിക്ക് എന്തായാലും ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം കുട്ടിക്കാലം തൊട്ട് പഠിക്കുന്ന സമയം തൊട്ടേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളിൽ കൂടെ ഒക്കെ തന്നെ ജീവിതം പോയിരുന്നാണ്. വാപ്പ ഒരു പ്രവാസിയായിരുന്നു, സൗദിയിലാണ്. അപ്പൊ നമുക്കറിയാലേ സൗദിയിലൊക്കെ അന്നത്തെ കാലത്ത് എൻ്റെ ഒക്കെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറയുന്നത് ഈ 3-4 വർഷം 5 വർഷമൊക്കെ കഴിയും ചിലപ്പോ ആള് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ. അന്ന് കത്തൊക്കെ നമുക്കിങ്ങനെ ലെറ്റർ ആയിരിക്കുമല്ലേ വരാ. ആ സമയത്തൊക്കെ ഇങ്ങനെ വാപ്പാടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടൊക്കെ നമ്മളിങ്ങനെ കരഞ്ഞിട്ടുണ്ട്, വിഷമം വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ പണിക്ക് പോകും. ആദ്യം പയ്യെ ഹോട്ടലിൽ പാത്രം കഴുകുക,
പിന്നെ അവിടുന്ന് ചായ അടിക്കാൻ പഠിച്ച്, പിന്നെ അതുപോലെ പൊറോട്ട അടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ചെറിയ ചെറിയ പണികളും. അതുപോലെ പിന്നെ നമ്മൾ ഗൾഫിന് പോയി. അതിനുശേഷം ഗൾഫിൽ പോയി പിന്നെ നാട്ടിൽ സെറ്റായി. പിന്നെ ഈ സിനിമാ മേഖലയിലേക്ക് കടന്ന് സീരിയലായിട്ടും ചെറിയ ചെറിയ വേഷങ്ങൾ കലാഭവമണിയായിട്ടും അങ്ങനെ 2-3 സിനിമകളിലൊക്കെ കയറി. അപ്പൊ നമുക്കറിയാലേ, സിനിമ കല്യാണം കഴിഞ്ഞിട്ടാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാഷനായിട്ട് പോകണമെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ആവൂലേ. അങ്ങനെ ആ സിനിമാ മേഖല ഉപേക്ഷിച്ച് അതിന്റെ ഇടയിൽ PSC എഴുതിയായിരുന്നു. അതിലും പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റും എല്ലാം കഴിഞ്ഞതാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല എന്ന് തന്നെ പറയാം. ആ ഒരു നമ്മൾക്കും ആ ഒരു പോലീസിന്റെ ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ട് ബറ്റാലിയന്റെ. അങ്ങനെ ഇരിക്കണേ. പിന്നെ വേറെ വഴിയൊന്നുമില്ല, ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഇപ്പൊ 10-12 വർഷത്തിന് മുകളിൽ ഞാൻ ഈ ഓട്ടോ ഓടിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം എന്താണെന്നൊന്നും എനിക്ക് ഈ ഒരു ഓട്ടോ മേഖലയിലൂടെ എനിക്ക് നേടാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് പറയാം. അന്നാന്ന് ജീവിച്ചു പോകുന്നു എന്നല്ലാതെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കയ്യിൽ കുറെ അവസരങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം അല്ലെ. അപ്പൊ ഞാൻ ഷഹന മാഡത്തിനോട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഇരിക്കാന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു കമ്പനിയിലേക്ക് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെ വിശ്വാസവും നമ്മളെ കുടുംബത്തിന്റെ വിശ്വാസവും നമ്മളെ കോണ്ടാക്ട് ഒക്കെ നമ്മളൊരു കമ്പനിക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഷഹന മാഡത്തിനോട് പറഞ്ഞു നമുക്ക് ഇരിക്കാം എന്നുള്ള രീതിയിൽ. കാരണം നമ്മളെ മുന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് അല്ലെ. ഒന്ന്, നമ്മൾക്ക് നമ്മളെ കമ്പനിയിൽ ഒരു വിശ്വാസം വേണം. അതുപോലെ നമ്മളെ പ്രോഡക്ട്സുകളിൽ വിശ്വാസം വേണം. നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അങ്ങനെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് നമ്മളെ ടീം മാനേജ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കാം, ഒരു സുഹൃത്തിന്റെ ഒരു ക്ഷണപ്രകാരമൊക്കെ നിങ്ങൾ വന്നിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇത് നിങ്ങളും ചിലപ്പോ വിചാരിക്കും ഇത് പഴയ വീൻ പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇത് വെറും ഉഡായിപ്പായിരിക്കും. ഇതുപോലെ കുറെ കമ്പനികൾ കേട്ടിട്ടുണ്ട്, എന്റെ ബന്ധു അപ്പുറത്ത് ഉള്ള ഒരാള് ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ ഞാനും അതുപോലെ എന്റെ വീടിന്റെ അപ്പുറത്തൊക്കെ പല പല കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ മാസവും സാധനങ്ങൾ എടുക്കണം, അത് കൊണ്ടുപോയിട്ട് വിൽക്കണം. അതൊക്കെ ഒരു ബോറ് പരിപാടി ആയതുകൊണ്ട് തന്നെ അവരൊക്കെ എന്നോട് പറഞ്ഞ സമയത്തൊന്നും ഞാൻ പ്ലാൻ കേട്ടില്ല. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും ഇല്ല. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം മേടിക്കുമ്പോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബിസിനസ് ആണ്. അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് നമ്മളെ ടീം മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചാരി വെക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് ആ ഭിത്തിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പൊ നമുക്കറിയാലേ, ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 162 വർഷത്തോളമായി ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയിട്ട് ബിസിനസ് ചെയ്ത് തഴക്കവും പഴക്കവും ഉള്ള അല്ലെ, 10-20,000 കോടി രൂപക്ക് മുകളിൽ ആസ്തിയുള്ള 4,000 കോടി വാർഷിക വരുമാനമുള്ള ഒരു ഗ്രൂപ്പ് അല്ലെ. അത് മാത്രല്ല അല്ലെ, നമുക്കറിയാം ബോബി ചെമ്മന്നൂരിന്റെ ഒരു വീഡിയോ ഒക്കെ കുറച്ച് നാൾ മുമ്പൊക്കെ വൈറലായിരുന്നു അല്ലെ. ഇന്നും അന്നും പോച്ചയ്ക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ അല്ലെ, ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ അന്നും ഇന്നും ഉണ്ടാവാം. പക്ഷെ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാല് 162 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള 20,000 കോടി രൂപയും മുകളിൽ ആസ്തിയുള്ള ഈ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ ഒറ്റ ചെക്കിൽ എഴുതി തരാൻ മാത്രം വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരേ ഒരു ബിസിനസ്സുകാരനെ കേരളത്തിലുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ ബോബി ചെമ്മന്നൂര്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഒരുപാട് നെഗറ്റീവ് വീഡിയോസുകൾ വരുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോ പോച്ചയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല, ആളെ ബിസിനസ് ഇങ്ങനെ ഉയർന്നു പോവാണ്, ആരും പരാതിക്കാരും വരുന്നില്ല, ഒരാൾക്ക് ഇന്നത് കിട്ടാൻ ഉണ്ടെന്ന് പറയണില്ല. പക്ഷെ പല ആളുകളും പല രീതിയിലും അദ്ദേഹത്തിനെ തരം താഴ്ത്താനും അവർക്ക് വരുമാനം ഉണ്ടാക്കാനുമായിട്ട് എന്ത് ചെയ്യും, ബോച്ചനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിന്. അപ്പൊ ഞാൻ ഇതൊക്കെ നോക്കിയപ്പോ വിലയിരുത്തിയപ്പോ നമ്മളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചാരി വെക്കാൻ പറ്റുന്ന ഒരുറപ്പ് ആ ഭിത്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള സ്റ്റെബിലിറ്റി ഉള്ള ഒരു മാനേജ്മെന്റ് ഈ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ ഇത്രയും ക്രെഡിബിലിറ്റിയും സ്റ്റെബിലിറ്റി ഉള്ള ഒരു കമ്പനിയെ ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് എനിക്ക് പറ്റൂല. നിങ്ങൾക്ക് ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മീറ്റിംഗ് ലെഫ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മളെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ചാരി വെക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് ഈ ഭിത്തിക്ക് കിട്ടി എന്നുള്ളത്. പിന്നെ ഞാൻ നോക്കിയ പ്രോഡക്ട്സ് ഉണ്ടല്ലേ, നമ്മളെ പ്രോഡക്ട്സിന്റെ 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സും, മറ്റൊന്ന് ഇന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്ട്സുകളും. ഒരു മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉതകുന്ന എല്ലാ സാധനങ്ങളും ഫിജിക്കാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അതും നമുക്കൊരു വിശ്വാസമല്ല. കാരണം മറ്റുള്ളവരെന്ന് പറയുന്നത് അവരെ പ്രോഡക്ട്സുകൾ വിൽക്കുക, അത് എല്ലാ മാസവും വിൽക്കുക, അങ്ങനെയല്ലേ. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി.
പിന്നെ മാത്രമല്ല കേരള ഗവൺമെന്റിന്റെ മിൽമ എന്ന് പറയുന്ന സംരംഭം അല്ലെ ആദ്യമായിട്ടാണ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒപ്പിടുന്നത്. അപ്പൊ ഒരു സർക്കാരിന് ഈ ഒരു ബിസിനസ്സിനെ എത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ മിൽമ എന്ന് പറയുന്ന സംരംഭം ഈ ഒരു ബിസിനസ് കരാർ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ുള്ള വിശ്വാസം കിട്ടി, നമുക്ക് ടീം മാനേജ്മെന്റിൽ ഒരു വിശ്വാസം കിട്ടി. പിന്നെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ ആരെങ്കിലോട് പറയുമ്പോ അല്ലെ നിങ്ങൾക്കൊരു വിശ്വാസം വേണം അല്ലെ. അപ്പൊ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്നത് ഏതൊരു കുട്ടിക്കല്ലേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ ബോച്ചെ എന്ന് പറയും അല്ലെ. അപ്പൊ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു സെലിബ്രിറ്റി ബിസിനസ്മാൻ ഉള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് ഒരു ഭാഗമാക്കാനായിട്ട് പറ്റി എന്നുള്ളതിന്. പിന്നെ ഈ ഒരു കമ്പനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചുറ്റും വേറെ കമ്പനികൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾക്ക് ഈ ഒരു ഫിജി കാർട്ടില് ഈ കമ്പനിക്ക് വല്ലതും സംഭവിച്ച് അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള എന്തെങ്കിലും ഒന്ന് കമ്പനിക്ക് തരാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ഏതെങ്കിലും സംരംഭത്തിലേക്ക് പോവല്ലേ ഇവരെ, അതായത് ചിട്ടി, നിധി, മൈക്രോ ഫിനാൻസ്, ജ്വല്ലറി, മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് ഓരോ 20 കിലോമീറ്ററിനിടയിലും ഒരു സംരംഭം ബോബി ചെമ്മന്നൂരിന്റെ ഉണ്ടാവും. മറ്റുള്ള കമ്പനികളൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വേറെ ഏതെങ്കിലും ഒന്ന് കാണിച്ചു തരാനായിട്ട് പറ്റുമോ അവർക്കുള്ള സംരംഭങ്ങൾ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ കമ്പനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് പോവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇതിൽ കൂടെ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒത്തിണങ്ങിയിട്ട് അല്ലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെല്ലാം കൂടി കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാനേജ്മെന്റിൽ ഒരു വിശ്വാസം, പ്രോഡക്ട്സിൽ ഒരു വിശ്വാസം, അതുപോലെ മറ്റുള്ളവരോട് പറയുമ്പോൾ കുറെ നമ്മൾക്ക് എന്തെയില്ല ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു വിശ്വാസം, അതുപോലെ തന്നെ കമ്പനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു സംരംഭങ്ങളിൽ പോവാനായിട്ട് പറ്റും. ഇങ്ങനെ വലിയ വിശ്വാസങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിലുള്ളൂ. ആ കമ്പനിയുടെ പേരാണ് ഫിജികാർട്ട്.com. നമ്മളെ നരസിംഹം സിനിമയില് മമ്മൂട്ടി പറയുന്നൊരു ഇതില്ലേ, നമ്മളെ റിസർവ് ബാങ്കിന്റെ കമ്മട്ടം ഒരു സൈഡിൽ വെച്ചിട്ട് മാരാരെ മറ്റൊരു സൈഡിൽ ഇട്ട് തൂക്കി കഴിഞ്ഞാൽ മാരാരിയിരിക്കുന്ന തട്ട് താഴ്ന്നിരിക്കും എന്ന് പറയുന്ന ഒരു സീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഫിജികാർട്ടിനെയും മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും ഇളക്കുമ്പോൾ ഫിജികാർട്ട് ഇരിക്കുന്ന തട്ട് എപ്പോഴും താഴ്ന്നിരിക്കും. ചിലപ്പോൾ ഇതിനേക്കാളും വരുമാനം കുറവുള്ള കമ്പനികൾ ഉണ്ടാവും, ചിലപ്പോൾ ഇതിനേക്കാളും ജോയിനിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഉണ്ടാവും. ഒരു സെയിൽസ് വോളി എടുത്തിട്ടും ബനിയൻ എടുത്തിട്ടും തൊപ്പി എടുത്തിട്ടും ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഉണ്ടാവും. അതുപോലെ വരുമാനം കൂടുതൽ കിട്ടുന്ന കമ്പനികൾ ഉണ്ടാവും. യാതൊരുവിധ നിശ്ചയവും ഇല്ലാതെ പെർഫോമൻസ് ബോണസ് ഒക്കെ ചിലപ്പോൾ വാരിക്കോരി കൊടുക്കുന്ന അടിത്തറില്ലാത്ത കമ്പനികൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതുപോലുള്ള കമ്പനികളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു കമ്പനിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിജികാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളും ആലോചിച്ച് നോക്കാം, ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടാ, എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാം. അതുപോലെ തന്നെ അപ്പൊ എന്റെ വിശ്വാസങ്ങളാണ് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു മണി ചെയിൻ എന്താണെന്നും ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്നും ബൈനറിയും സൺഫ്ലവറും പിരമിഡ് സ്കീമും പിരമിഡ് സ്ട്രക്ചറും അതിലുപരി ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കണമെങ്കിൽ അത് അനുവദിക്കപ്പെട്ട മുതലാണോ എന്നുള്ളത് കൂടി പരിശോധിച്ചിട്ടാണ് ഞാനൊരു ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. കാരണം നമ്മളെ മക്കൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു ഹലാലല്ലാത്തൊരു മുതലല്ല, അനുവദിക്കപ്പെടാത്തൊരു മുതൽ നമ്മളെ മക്കൾക്ക് കൊടുക്കണ്ട എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അപ്പൊ മണി ചെയിൻ ആണെങ്കിൽ അത് പക്ക ഹറാമായിട്ടുള്ള ഒരു കമ്പനി ആയിട്ട് മാറും. അപ്പൊ അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംരംഭം എന്ന് ഞാൻ പറയാം. ഇനി ഇതിലേക്ക് വരാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത് പോലെ ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ബിസിനസ് അവസരം നമുക്ക് കിട്ടണം. നമുക്കൊന്നും ഇവിടെ പോണില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം? വളരെ വ്യക്തമായിട്ട് ശ്രുതി മാഡം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, നമുക്ക് ഇങ്ങനെയൊക്കെ വരുമാനം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെന്നാലും ഞാൻ എടുത്ത് പറയാ, കമ്പനിയുടെ ഒരു പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു 3ാമത്തെ റാങ്ക്, അതായത് ഈ ഒരു ബിസിനസ്സിനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസം പോട്ടെ, ഒരു 6 മാസം പോട്ടെ, ഒരു കൊല്ലം കൊണ്ട് ഒരു സെയിൽസ് മാനേജർ റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ കമ്പനി ഒരു 10നും 22,000 ഇടയിൽ ഒരു വരുമാനം നമുക്ക് കിട്ടും. സെയിൽസ് മാനേജർ റാങ്കിലെത്തിയാൽ, കമ്പനിയുടെ വെറും 3ാമത്തെ റാങ്കിലെത്തിയാൽ നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിൽ അത് ചെറുതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം.
എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഭാര്യ ഉണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് സ്കൂളിൽ 8,500 രൂപക്കാണ് അവർ നിൽക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 8,500 രൂപക്ക്. അപ്പൊ അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിൽ 8,000-നും 9,000-നും, പെട്രോൾ പമ്പുകളിൽ 6,000, 6,500 രൂപക്കൊക്കെ വരുമാനം ഈ സാലറി മേടിക്കുന്ന ആളുകളുള്ള നാട്ടില് ഈ ഒരു ബിസിനസ്സിനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത സാധാരണ വീട്ടമ്മമാര്, അസീബ മേഡത്തിനെ പോലുള്ള, ശ്രുതി മേഡത്തിനെ പോലുള്ള സാധാരണ വീട്ടമ്മമാരടക്കം മാസം ഒരു 10,000-22,000 രൂപ മേടിക്കണമെന്ന് പറയുമ്പോ ചെറുതല്ല. അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ പറയും. പ്ലസ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് തകർക്കുന്നത് എവിടെയാണ്? ഓർക്കപ്പുറത്ത് വരുന്ന രോഗം അല്ലേ, അതിന് വരെ ഒരാളെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ്, വൈഫ്, 2 മക്കൾക്ക് ഏത് ഹോസ്പിറ്റലിലും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസും അതിലുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ, ഞാനായ 6 തരത്തിലുള്ളത് പറയുന്നില്ല, കാരണം അത് വ്യക്തമായിട്ട് ശ്രുതി മേഡം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒരു ഐഡിയ, ഒരു സ്റ്റോർ, നിങ്ങളെ കൂട്ടുകാരൻ വഴി ഒരു സ്റ്റോർ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഒരു നേട്ടമാണ് ഞാൻ പറയുന്നത്, ഈ പെർഫോമൻസ് ബോണസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ജോലിയുള്ള ഒരു വ്യക്തിക്ക്, ഞാനിപ്പോ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പൊ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് വെക്കുന്ന ഒരാൾക്ക് അതിന്റെ ഒപ്പം ഒരു 22,000 രൂപ കിട്ടിയാലോ എന്താ സംഭവിക്കുക അല്ലെ? നമ്മളെ ലൈഫ് ഒന്നും കൂടെ കളറാവും അല്ലെ? സാധാരണ വീട്ടമ്മമാർക്കോ ഹസ്ബൻഡിനെ സഹായിക്കാനും ഒക്കെ നമുക്കൊരു മാസം ഒരു 10,000-22,000 രൂപ വെറുതെ ഇരുന്നാൽ നമുക്ക് 10 റുപ്യ കിട്ടുമോ? ഇല്ലില്ല. ഇവിടെ യാതൊരുവിധ നഷ്ടവും ഇല്ലാതെ നമുക്കത് മേടിച്ചെടുക്കാം. പിന്നെ നമുക്ക് കമ്പനിയുടെ ജനറേഷൻ ബോണസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആമസോൺ എന്ന് പറയുന്ന കമ്പനി 90കളിലാണ് വരുന്നത്. 99-ൽ പബ്ലിക് ആക്കുമ്പോഴാണ് ആമസോണിൽ ലക്ഷക്കണക്കിന് പ്രോഡക്ട്സുകൾ വരുന്നത്. നമ്മളെ കമ്പനി IPOയുടെ പ്രോസസ്സിംഗിൽ ഇരിക്കണ, തേർഡ് പാർട്ടി രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണ. ഈ ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ ഇ കൊമേഴ്സിന്റെ സാധ്യതകൾ ശ്രുതി മേഡം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. 2006 $3,500 കോടി വിറ്റുവരവ്, 2010 അത് 16,000 കോടി, 2026 $20,000 കോടി വിറ്റുവരവിലേക്ക് ഇ കൊമേഴ്സ് മാറും എന്ന് പറയുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇ കൊമേഴ്സിന്റെ സാധ്യത. അപ്പൊ നാളത്തെ മാറ്റങ്ങൾ മുന്നേ കാണുന്നവരാണല്ലേ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ചെമ്മനൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കാനാണ് ഇ കൊമേഴ്സിലേക്ക് കടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളെ സുഹൃത്ത് നിങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഇവിടുത്തെ സാധനങ്ങൾ പരിചയപ്പെടുത്താനല്ല, ഇവിടെ ഭാവിയിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു അവസരം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതിലേറ്റവും എടുത്ത് പറയേണ്ടതാണ് ജനറേഷൻ ബോണസ്. അതായത് നമ്മൾ വഴി ബിസിനസ്സിലേക്ക് വരുന്ന നമ്മുടെ കൂട്ടുകാരും, അവർ വഴി ബിസിനസ്സിലേക്ക് വരുന്ന അവരെ കൂട്ടുകാരും, അവരെ ബന്ധക്കാരും ഇവിടുന്ന് അരിയും പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ മേടിക്കുമ്പോ അതിന്റെ ഒരു ലാഭം നമുക്ക് കിട്ടണത്. അത് ഭാവിയിലേക്ക് ലക്ഷങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കണേന്ന്. അതാണ് നമ്മളെ മക്കൾക്കും കൂടി ഗുണം കിട്ടാൻ പോകുന്ന വലിയൊരു അവസരം. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 6ാമത്തെ റാങ്കാ. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കമ്പനി തരുന്നു. ഞാൻ നിൽക്കുന്നത് 6ാമത്തെ റാങ്കാ. ഈ റാങ്കിൽ എനിക്ക് 50,000 രൂപ റൈഡർ ഫണ്ട് ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാനിവിടെ അകന്തിറക്കി, എന്റെ വീട്ടിലേക്ക് സോപ്പ് മേടിച്ച്, പേസ്റ്റ് മേടിച്ച്, ഇൻഡക്ഷൻ കുക്കർ മേടിച്ച്, ഇതെല്ലാരും മേടിക്കുന്ന കാര്യങ്ങളല്ലേ. ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചില്ല, ഫിജിക്കാട്ടിൽ നിന്ന് മേടിച്ച്, അത്രേ ഉള്ളൂ. എനിക്കിപ്പോ ഈ റാങ്കിൽ 50,000 രൂപ റൈഡർ ഫണ്ട്, 10ാമത്തെ റാങ്കിൽ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട്, 12ാമത്തെ റാങ്കിൽ 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട്, 1 കോടി രൂപയുടെ വില്ല ഫണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതിനൊക്കെ പുറമെ ഒരു 11ാമത്തെ റാങ്ക് എത്തുമ്പോ ഒരു ഇന്റർനാഷണൽ ടൂർ ട്രിപ്പ്. അങ്ങനെ ഒരായുസ് പണിയെടുത്താൽ കിട്ടാത്തൊരു വരുമാനം കമ്പനി നമുക്ക് തരുമെന്ന് പറയുമ്പോ, ഇനിയിപ്പോ നിങ്ങൾ ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാ, ആരെങ്കിലും കമ്പനി കൊടുത്തിട്ടുണ്ടാ എന്നൊക്കെ ചോദിക്കുമ്പോ, നിങ്ങൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ക്ഷണിച്ച സുഹൃത്തിനോട് ചോദിച്ചു കഴിഞ്ഞാല് തെളിവ് സഹിതം അവർ കാണിച്ചു തരും. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് സ്വപ്ന എന്ന് പറയുന്ന 8ാം ക്ലാസ് തോറ്റ ഒരു വീട്ടമ്മക്ക് 1 കോടി രൂപയുടെ ചെക്ക് കമ്പനി 50 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തത്. അതുപോലെ തന്നെ കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ റാങ്കിലെത്തിയ വ്യക്തിക്കാണ് 1 കോടിയാണ് കൊടുത്തത്. ആർക്കാണ് കൊടുത്തത്? സ്വന്തമായിട്ട് അടച്ചുറപ്പില്ലാത്ത വീടില്ല എന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ച പെണ്ണടക്കം ഇട്ടിട്ട് പോയ വ്യക്തി ഇന്ന് 3 കോടി രൂപക്ക് മുകളിൽ അദ്ദേഹം ഈ ബിസിനസ്സിൽ കൂടെ സമ്പാദിച്ചെന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. കയ്യിലേക്ക് കിട്ടുന്ന അവസരം ചെറുതല്ല. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരണമെന്നൊന്നും ഞാൻ പറയൂല. കാരണം ഇവിടെ നിങ്ങൾക്ക് അറിയാലേ, സ്ഥിരമായിട്ട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച വ്യക്തി നാളെ മറ്റൊരാളെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് അദ്ദേഹം അവരെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, 1 രൂപയുടെ നഷ്ടമില്ലാത്ത ഒരു അവസരം. സാധാരണ ബിസിനസ്സിലേക്ക് വരുമ്പോ നമ്മളെ മുന്നിലേക്ക് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതിൽ 1ാമത്തെ ചോദ്യം എന്താണ്? ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്റെ പണം എന്നുള്ളതാണ് അല്ലെ. ഇവിടെ 1 രൂപയുടെ നഷ്ടമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ.
നഷ്ടണ്ട. ഇപ്പൊ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന സോപ്പ്, പേസ്റ്റ്, ഇൻഡക്ഷൻ കുക്കർ, റൈസ് കുക്കർ, ഉപ്പ്, ഹാൻഡ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, മൾട്ടി ക്ലീനർ ഒക്കെ തന്നെ നിങ്ങൾ ഉപയോഗിക്കണേ. നിങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ച് ഞാൻ ഫിജിക്കാട്ടിൽ നിന്ന് മേടിച്ചു, ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ഫിജിക്കാട്ടിൽ നിന്ന് മേടിച്ചപ്പോ എനിക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് അവസരം കിട്ടണം. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബിസിനസ്സിൽ കൂടെയാണ് റൈഡർ ഫണ്ട്, ബിസിനസ് എക്സ്പെൻഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ കൂട്ടി നല്ലൊരു വരുമാനത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റണത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമുക്ക് നഷ്ടസാധ്യത ഉണ്ടോ? ഒരു രൂപ നഷ്ടമില്ല എന്നുള്ളതാണ്. പിന്നെ ഇനി മറ്റൊരു ചോദ്യം, നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് അതിന് കഴിയുമോ? ഞാനൊരു സാധാരണ വീട്ടമ്മല്ലേ, അല്ലെങ്കിൽ ഇതിൽ കൂടെ ഞാൻ എങ്ങനെ വരുമാനം പേടിക്കും? അതിനൊന്നും പേടിക്കണ്ട. കാരണം ഇവിടെ നല്ലൊരു ടീം സപ്പോർട്ടിങ് സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, മറ്റെവിടെയും കാണാത്തൊരു സപ്പോർട്ടിങ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി വരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇനി നിങ്ങൾ നിങ്ങൾക്ക് എഴുതാ, ഈ ഒരു പ്രോഗ്രാം കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് എഴുതി നോക്കാം, നിങ്ങൾക്ക് ഉയരാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് എഴുത്. എന്നിട്ട് നിങ്ങൾ ഈ ശ്രുതി മാഡം പറഞ്ഞ ഈ പ്ലാനും കൂടി നിങ്ങൾ വെക്കാം. എന്നിട്ട് ഇതിനേക്കാളും സാധ്യതയുള്ള ഒരു അവസരം നിങ്ങളെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിജിക്കാർട്ടിനെ സ്വീകരിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. ഫിജിക്കാർട്ടില് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഞാനാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് 6ാമത്തെ റാങ്കിൽ ഇരുന്നു കൊണ്ട് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഇതിനു മുമ്പും കുറെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഫിജിക്കാർട്ടി ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ ഒരു ബിസിനസ്, അതായത് ബിസിനസ് നല്ലതായത് കൊണ്ടോ അവസരം നല്ലതായത് കൊണ്ടോ നമ്മൾക്ക് വരുമാനം കിട്ടൂല. നമ്മള് ആ അവസരത്തിനെ എങ്ങനെ എടുക്കുന്നു, നമ്മളെ കാഴ്ചപ്പാടിലാണ് നമുക്ക് വരുമാനം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് അവസരം നമ്മളെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണെന്ന് എന്റെ പ്രിയപ്പെട്ടവർ വിശ്വസിക്കാം. കാരണം ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെ പറയുന്നതൊന്നല്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഫിജിക്കാർട്ടിന്റെ 1 കോടി രൂപയുടെ വില്ല ഫണ്ട് മേടിച്ച ആളുകൾ ഓരോ ജില്ലകളിലും ഉണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങളല്ല. ഇന്ന് നിങ്ങളെ ജില്ല എടുത്തു കഴിഞ്ഞാൽ അവിടെ വില്ല ഫണ്ട് മേടിച്ച ആൾക്കാരുണ്ടാവും. ഫിജിക്കാർട്ട്, നിങ്ങൾ ഈ ഒരു ബിസിനസ് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, നിങ്ങൾ ഓരോ വാർഡിലും ഫിജിക്കാർട്ടിലൂടെ വരുമാനം മേടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്രയും നല്ല അവസരമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ യാതൊരുവിധ നഷ്ടസാധ്യതയില്ല. കാരണം ഒറ്റക്കല്ല ഇത് ചെയ്യണത്. അതുകൊണ്ടാണല്ല 10ാം ക്ലാസ് തോറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, ഇതില് കൂലിപ്പണിക്കാരുണ്ട്, സാധാരണ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളുണ്ട്, ലോട്ടറി വിൽക്കുന്ന അമ്മയുടെ മക്കളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇന്ന് അവര് 1 ലക്ഷം 2 ലക്ഷം മാസം 9 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകള്. അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പഠിക്കാൻ തയ്യാറുള്ള, ഏറ്റെടുക്കാൻ തയ്യാറുള്ള, കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആർക്കും കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന വലിയൊരു അവസരം. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നതല്ല. പ്രാക്ടീസ് ചെയ്ത് വെറും 2.25 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഇതിലൂടെ വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അവസരം എടുക്കാം, വേണ്ടെങ്കിൽ വിട്ടുകളയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് സാധാരണക്കാർക്കിടയിൽ വരുമാനം മേടിച്ചിട്ടുള്ള കഴിഞ്ഞ 7 വർഷം കൊണ്ട് 173 കോടി രൂപ നമ്മുടെ നാട്ടിൽ വരുമാനം കൊടുത്ത ഒരേ ഒരു കമ്പനി, ആ കമ്പനിയുടെ പേരാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ്. പല ആളുകളും പറയും ഞാൻ ലുലുന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, ഞാൻ ആമസോണിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, ഫിജിക്കാർട്ടിന്റെ സാധനങ്ങൾക്കൊക്കെ എന്താ റേറ്റ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഫിജിക്കാർട്ടിന്റെ സാധനങ്ങൾ അവിടെ ഓഫർ ഉണ്ട്, ഇവിടെ ഓഫർ ഇല്ല എന്നൊക്കെ. ഞാനും ഫിജിക്കാർട്ടിന് ഇ-കൊമേഴ്സിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന ഒരാളാണ്. എന്റെ വീടിന്റെ അടുത്താണ് ലുലു വൈമാൾ എന്ന് പറയും, ലുലു സൂപ്പർ മാർക്കറ്റ്, യൂസഫ് അലിക്കാടെ. ഞാൻ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഞാൻ ബെഡ്ഷീറ്റ് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവിടെ ബെഡ്ഷീറ്റ് നോക്കി, അവിടെ ഓഫർ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ ബെഡ്ഷീറ്റ് മേടിച്ചപ്പോ എനിക്ക് ലുലു അവസരം തന്നിട്ടില്ല. പക്ഷെ ഞാന് ഒന്ന് മാറി ചിന്തിച്ച് എന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിച്ചപ്പോ എനിക്ക് സൗജന്യമായിട്ട് ഫിജിക്കാർട്ട് തരുന്ന ഒരു ബിസിനസ് അവസരമാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് വരെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിനേക്കാളും സാധ്യതയുള്ള ഒരു അവസരം എവിടെയാണ്, നമ്മൾ ആരാണ് നോക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. 2025 അവസാന മാസം അല്ലെ, അവസാന ദിവസങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. 2021-ലും 2022-ലും 2023-ലും
ഒക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ഞാനും 2020 ഞാൻ ഡയറി എഴുതിയിട്ടുണ്ട്, അൽഹംദുലില്ലാ ഈ ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്തൊരു കൊല്ലം എനിക്ക് സന്തോഷം കിട്ടണം, എനിക്ക് വരുമാനം കൂടുതൽ കിട്ടണം. എവിടെ? അന്ന് ഓടിച്ച അതേ ഓട്ടോറിക്ഷയാണ് ഞാൻ ഓടിക്കുന്നത്, അന്നെടുത്ത അതേ ജോലിയും അന്നെടുത്ത അതേ വരുമാനമാണ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ സ്വപ്നങ്ങൾ എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. 2022 ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി വന്ന് ഇന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും, ഇന്ന് അൽഹംദുലില്ലാ പറയാൻ പറ്റും. കാരണം ഇന്ന് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഡിവിഷണൽ സെയിൽസ് റാങ്കിൽ എത്തിയിട്ടുള്ള കോടികളൊന്നും കിട്ടി ഞാൻ പറയില്ല. 3 ഐഡി ഞാൻ അടിച്ചിട്ടുള്ള ട്രൈപോഡ് ഐഡിയിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡിവിഷണൽ സെയിൽസ് മാനേജറാണ്, ഭാര്യ സെയിൽസ് ടീം മാനേജറാണ്, ഉമ്മ സെയിൽസ് മാനേജറാണ്. ഈ 3 ഐഡികളിലൂടെ തന്നെ എനിക്ക് നല്ലൊരു വരുമാനം, ഈ 3 ATM-ഉം എന്റെ കയ്യിലാണ്. നല്ലൊരു വരുമാനം ഈ ഒരു ബിസിനസ്സിൽ കൂടി പിടിക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയും, ഞാനൊരു സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറാണ്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് എനിക്ക് വേറൊരാളെയും ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് പറ്റൂല. എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് എന്റെ ലൈഫിൽ എവിടെ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയും, ഞാൻ എടുത്തൊരു തീരുമാനം ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു അവസരത്തിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ കൂടെ വരുമാനങ്ങൾ മേടിച്ചെടുക്കാനായിട്ട് പറ്റിയത്. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല, നമ്മളെ ട്രാഫിക് സിനിമയിൽ പറഞ്ഞതുപോലെ. പക്ഷെ നിങ്ങളുടെ ഒരു യെസ് അത് നാളെ അത് ചരിത്രമാവും. കാരണം ഇവിടെ നിങ്ങളിപ്പോ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച സുഹൃത്ത് അവര് നിങ്ങൾക്ക് ചിലപ്പോ ഫിജിക്കാർഡിന്റെ സോപ്പ് പറഞ്ഞു തരും, പേസ്റ്റ് പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഫിജിക്കാർഡിന്റെ പേസ്റ്റും സോപ്പും പരിചയപ്പെടുത്താനല്ല ആ സുഹൃത്ത് നിങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. കാരണം ആ സുഹൃത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇവിടെ ഒരാൾ വിജയിക്കണമെങ്കിൽ അവരോടൊപ്പം വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ സ്വപ്നങ്ങൾ നേടിക്കൊടുത്താൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് പറ്റാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഏകദേശം 1 കോടി രൂപയുടെ വില്ല ഫണ്ട് കിട്ടണമെങ്കിൽ 2 പേർക്കെങ്കിലും 50 ലക്ഷം രൂപ മേടിച്ചു കൊടുക്കാനായിട്ട് ആ NSTM-ന് കഴിയണം, ഏറ്റവും കുറഞ്ഞത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച വ്യക്തി നാളെ 1 കോടി രൂപയുടെ വില്ല ഫണ്ട് മേടിക്കുമ്പോ നിങ്ങളായിരിക്കും 50 ലക്ഷം രൂപ മേടിക്കാൻ പോണ ആള്. അവസരം നിങ്ങളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പ്രോഗ്രാമുകൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച വ്യക്തി നാളെ നിങ്ങൾക്ക് പകരം മറ്റൊരാൾ ഇരുത്തിക്കൊണ്ട് അവർ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, 1 രൂപയുടെ നഷ്ടസാധ്യത ഇല്ലാത്ത ഒറ്റയ്ക്കല്ല ചെയ്യണത്. എവിടെ നോക്കിയാലും ഇപ്പൊ ഇതിൽ വീട്ടമ്മമാരുണ്ടാവും. നിങ്ങളൊന്ന് എഴുത്, നിങ്ങൾക്ക് ഈ 2026 എനിക്കൊരു വരുമാനം വേണം, എന്റെ വീട്ടിലിരുന്ന് എന്റെ മക്കളെ നോക്കിക്കൊണ്ട് എനിക്കൊരു വരുമാനം കിട്ടണമെന്ന് നിങ്ങൾ ഒന്ന് എഴുതി നോക്ക്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? 2 പശുവിനെ മേടിച്ച് കെട്ട്, ഒരു തൊഴുത്ത് കെട്ട്. എത്ര കാശാവും? 2 ലക്ഷം രൂപക്ക് മുകളിലാവൂല എന്തായാലും. ഇവിടെ വല്ല കാര്യണ്ടാ? നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ മക്കൾക്ക് സോപ്പ് മേടിക്കി, പേസ്റ്റ് മേടിക്കി, ടോയ്ലറ്റ് ക്ലീനർ മേടിക്കി, മൾട്ടി ക്ലീനർ മേടിക്കി. ഫിജിക്കാർഡ് സൗജന്യമായിട്ട് തരണേ. അതിലൊരു സെയിൽസ് മാനേജറായ മാസം ഒരു 10-22,000 രൂപ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഒരു 6 വർഷം, ഒരു 7 വർഷം ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ വില്ല ഫണ്ട് വരെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം. പഠിക്കണം. ഞാൻ പറയണത് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല. എടുത്തു വെച്ചിട്ട് അടിക്കണുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, ഫിജിക്കാർഡ് അടിക്കൂല. ഈ ബിസിനസ് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കണം. അതിലുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹം, ഫിജിക്കാർഡിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണം, ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തയ്യാറാവണം. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെയാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റിനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു റാങ്കിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് 2026 വരാൻ പോണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ചെയ്യുന്ന ജോലിയും ഇന്ന് കിട്ടുന്ന വരുമാനമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ നിങ്ങളെ മക്കളെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? നിങ്ങളെ മാതാപിതാക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കണ്ട. നിങ്ങൾ ഇന്ന് എന്താണോ ചെയ്യുന്നത് അത് ഭംഗിയായിട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാ. കാരണം നിങ്ങളെ സുഹൃത്ത് ക്ഷണിച്ചത് പ്രകാരം ഒരു 45 മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ച് എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് അടുത്തൊരു 10 വർഷമല്ല 25 വർഷം എടുത്താലും എന്റെ സ്വപ്നങ്ങളിലേക്കോ എന്റെ മക്കളെ സ്വപ്നങ്ങളിലേക്കോ എനിക്ക് നേടാൻ പറ്റുന്നില്ലെങ്കിൽ ഈ അവസരം നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ ഒരു മീറ്റിംഗിലേക്ക് നിങ്ങളെ ക്ഷണിച്ച വ്യക്തിനോട് നിങ്ങൾ ചോദിക്കാം, കറക്റ്റ് അവർക്ക് പറഞ്ഞു തരാനായിട്ട് അവരൊരു സെയിൽസ് മാനേജർ ലീഡർ ഉണ്ടാവും ഏറ്റവും കുറഞ്ഞത്. അവരായിട്ട് ഇരിക്കുക, നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ചോ.
നിങ്ങൾ ആരാണോ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളെ വീട്ടില് കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിനെയും കൂടി ഇരുത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുക. നിങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുന്നത് ഇതിലൂടെ വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസരമാണ്. ബോബി ചെമ്മന്നൂരാണ്. കാരണം കാശ് കൊടുത്ത് പാരമ്പര്യമുള്ള അല്ലെ, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അതിലേക്കൊന്നും പോണില്ല. കാരണം ഇന്നിപ്പോ നമുക്ക് ഫേസ്ബുക്ക് ഒക്കെ പോച്ചേന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കാണാം ഓരോരുത്തർക്കും 25,000 50,000. ഞാൻ ഇന്നിപ്പോ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 25,000 രൂപ ഒരു രോഗിക്ക് കൊടുക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അത്രയും കാശ്. ഇപ്പൊ ഫേസ്ബുക്കിൽ പോച്ചയുടെ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കമന്റ് ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ കാണാം, പോച്ചെ എനിക്ക് വീടില്ല, എന്റെ കുടുംബം പട്ടിണിയാണ്, ജോലിയില്ല, രോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, അതിൽ നിന്ന് തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. കാരണം എല്ലാവർക്കും വരുമാനം കിട്ടണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഫിജി കാർഡ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ലൈഫിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ബിസിനസ് അവസരം ഏറ്റെടുക്കുക. വരാൻ പോകുന്ന നാളുകളിൽ ഇതുപോലെ നേട്ടങ്ങളുടെ എക്സ്പീരിയൻസ് വിളിച്ചു പറയാനുള്ള ഒരു അനുഗ്രഹം സർവേശ്വരന് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യണ്. അപ്പൊ എല്ലാവരും നിങ്ങളെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച വ്യക്തിനോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക.